भारत माता की जय। भारत माता की जय। जय जय पद्मनाभ पद्मनाभन तिरुवनंतपुरथे एंटे सहोदरी सहोदर मारे एल्लावरकुम एंटे नमस्कार। चैत्र नवरात्रि के पावन अवसर पर आज मुझे पद्मनाभ स्वामी और माता भद्रकाली की धरती पर आने का अवसर मिला है। इस भूमि पर श्री नारायण गुरु जी, महात्मा अयंकाली जी और विद्याधि राजा का आशीर्वाद रहा है। कल मलयाली नववर्ष विशु का पर्व भी था। ऐसे शुभ समय में केरला की जनता का ये आशीर्वाद हमें मिल रहा है। ये आशीर्वाद केरला में नई शुरुआत का आशीर्वाद है। आपका ये विश्वास बता रहा है कि फिर एक बार मोदी सरकार, फिर एक बार मोदी सरकार, फिर एक बार मोदी सरकार। दूसरा, मैं क्षमा चाहूंगा, एक तो मुझे आने में विलंब हुआ, दूसरा मंच पर जो प्रोटोकॉल थे उसको मैं निभा नहीं पाया। कई साथियों के साथ मेरा अन्याय हुआ होगा, वे सब मुझे क्षमा करें, क्योंकि मुझे अभी तमिलनाडु जाना है और वहां हेलीकॉप्टर उड़ेगा नहीं उड़ेगा ये चिंता का विषय होने के कारण मैं एकदम जल्दी में तुरंत आकर के मैंने माइक ले लिया। तो मंच के सभी लोग मुझे क्षमा करेंगे और आप सब भी क्षमा करेंगे। मेरे साथ बोलिए, भारत माता की ജയ്. ചൈത്ര നവരാത്രിയുടെയും വിഷുവിന്റെയും ഈ പരിപാവന വേളയിൽ പത്മനാഭസ്വാമിയുടെയും മാതാ ഭദ്രകാളിയുടെയും ഒക്കെ നാട്ടിലെത്താൻ എനിക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. ഈ നാട്ടിലാണ് ശ്രീനാരായണ ഗുരുദേവന്റെയും മഹാത്മാ അയ്യൻകാളിയുടെയും വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെയും ഒക്കെ പാദസ്പർശമുണ്ടായത്, അനുഗ്രഹാശിസ്സുകൾ നിലനിൽക്കുന്നത്. ഇന്നലെയാണ് നമ്മൾ മലയാളികൾ വർഷമായ വിഷു ആഘോഷിച്ചത്. ഈ വിശേഷ അവസരത്തിന്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കുമുണ്ട്. ഇതൊരു പുതിയ തുടക്കത്തിനുള്ള അനുഗ്രഹമാണ്. ഇത് മാറ്റത്തിനുള്ള ആശീർവാദമാണ്. ഈ വിശേഷവേളയിൽ നാം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പറയുകയാണ്, ഒരിക്കൽ കൂടി മോദി സർക്കാർ എന്നതാണ് ഈ അനുഗ്രഹം. എന്നോട് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം, ഞാൻ വളരെ താമസിച്ചാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സദസ്സിൽ സഹപ്രവർത്തകരൊരുക്കിയ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നതിനും എനിക്ക് സാധിച്ചിട്ടില്ല. കാരണം ഉടൻ തന്നെ എനിക്ക് തമിഴ്നാട്ടിലെ മറ്റൊരു പരിപാടിയിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ ഹെലികോപ്റ്റർ ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ള കാലാവസ്ഥ പ്രയാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് ചടങ്ങുകളിലേക്ക് നീങ്ങുകയാണ്. साथियों, इस शुभ माहौल में कल दिल्ली में बीजेपी ने अपना संकल्प पत्र जारी किया है। बीजेपी का संकल्प पत्र यानी मोदी युड़े गारंटी। मोदी युड़े गारंटी नेक्स्ट 5 इयर्स में भारत वर्ल्ड 3rd लार्जेस्ट इकोनॉमी बनेगा। मोदी युड़े गारंटी भारत वर्ल्ड क्लास इंफ्रास्ट्रक्चर का सेंटर बनेगा। मोदी युड़े गारंटी भारत स्पेस सेक्टर में गगनयान जैसी मॉन्यूमेंटल अचीवमेंट्स हासिल करेगा। मोदी युड़े गारंटी पीएम किसान सम्मान निधि का पैसा किसानों को मिलना जारी रहेगा। और इस सबके साथ ही गरीबों के लिए 3 करोड़ नए घर भी बनेंगे। 70 इयर्स के ऊपर के हर सिटीजन को
फ्री ट्रीटमेंट की सुविधा मिलेगी और 10 करोड़ बहनों के सेल्फ हेल्प ग्रुप को हम आईटी, हेल्थ, टूरिज्म, रिटेल और ऐसे अन्य सेक्टर्स की ट्रेनिंग देंगे। यानी बीजेपी के डेवलपमेंट विजन में केरला के हर वर्ग, हर समाज के लिए एक व्यापक रोड मैप मौजूद है। പ്രിയപ്പെട്ടവരെ, ഈ ശുഭസമയത്താണ് ഇന്നലെ ദില്ലിയിൽ ഭാരതീയ ജനതാ പാർട്ടി വികസന പത്രിക അഥവാ നമ്മുടെ പ്രകടന പത്രിക പുറത്തിറക്കിയത്. ബിജെപിയുടെ പ്രതിജ്ഞാപത്രം എന്നാൽ മോദിയുടെ ഗ്യാരണ്ടി എന്നാണ് അർത്ഥം. ഭാരതത്തെ അടുത്ത 5 വർഷത്തിനുള്ളിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ മൂന്നാമത്തെ സാമ്പത്തിക ശക്തി ആക്കും എന്നാണ് മോദിയുടെ ഗ്യാരണ്ടി. ഭാരതം അന്താരാഷ്ട്ര നിലവാരമുള്ള അടിസ്ഥാന സൗകര്യമുള്ള നാടായി മാറുമെന്നാണ് മോദിയുടെ ഗ്യാരണ്ടി. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഗഗൻയാൻ പോലെയുള്ള ഐതിഹാസികമായ നേട്ടങ്ങൾ കരസ്ഥമാക്കും എന്നാണ് മോദിയുടെ ഗ്യാരണ്ടി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി മുഖാന്തരം കർഷകർക്കുള്ള ധനസഹായം തുടരുമെന്നാണ് മോദിയുടെ ഗ്യാരണ്ടി. ഇതിനോടൊപ്പം രാജ്യത്തെ പാവപ്പെട്ടവർക്ക് 3 കോടി പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകും എന്നാണ് മോദിയുടെ ഗ്യാരണ്ടി. 70 വയസ്സ് കഴിഞ്ഞ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും സൗജന്യ ചികിത്സ ഉറപ്പാക്കും എന്നാണ് മോദിയുടെ ഗ്യാരണ്ടി. രാജ്യത്തെ 10 കോടി സഹോദരിമാർക്ക് സ്വയം സഹായ സംഘങ്ങൾ വഴി ഇൻഫർമേഷൻ ടെക്നോളജി, ആരോഗ്യം, വിനോദസഞ്ചാരം, ചെറുകിട വ്യാപാരം തുടങ്ങിയ നിരവധി മേഖലകളിൽ പരിശീലനം നൽകുമെന്നാണ് മോദിയുടെ ഗ്യാരണ്ടി. അതായത് ബിജെപിയുടെ വികസന രേഖയിൽ കേരളത്തിലെ വിവിധ മേഖലകൾക്കും വിഭാഗങ്ങൾക്കുമുള്ള നയപരിപാടികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി അർത്ഥമുണ്ട്. साथियों, सबसे पहले तो इधर उधर जहां मेरी नजर जा रही है, छोटी छोटी गुड़िया सब वेव कर रही है। मेरा इन सभी गुड़िया को बहुत बहुत आशीर्वाद। सुनाई नहीं दे रहा है? ഈ സദസ്സില് നിരവധി കൊച്ചുകുട്ടികളെ കാണാനാകുന്നുണ്ട്. അവരെല്ലാവരും എന്റെ വരവ് പ്രതീക്ഷിച്ചിരുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം. अब आप लोग बैठिए। आप लोगों ने कई समय से हाथ हिला रहे हैं, बैठिए। അവിടെ നിൽക്കുന്ന ആൾക്കാർ കുറെ സമയമായി നിൽക്കുന്ന എല്ലാവരും അവിടെ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിൽക്കുന്ന ആൾക്കാരെല്ലാവരും. साथियों, बीजेपी ने अपने मैनिफेस्टो में घोषणा की है कि हम अपनी विरासत से ग्लोबल टूरिस्ट को जोड़ेंगे और अपनी विरासत को वर्ल्ड हेरिटेज के स्तर पर ले जाएंगे, उस ऊंचाई पर पहुंचाएंगे। यहां केरला में तो इसकी बहुत ज्यादा संभावना है। बीजेपी का प्लान बड़े टूरिस्ट डेस्टिनेशन के ओवरऑल डेवलपमेंट का है। भाजपा केरला में इको टूरिज्म के नए सेंटर्स भी बनाएंगे। इससे होम स्टे के जो अवसर बनेंगे, उसका बड़ा लाभ हमारे ट्राइबल परिवारों को मिलेगा। बीजेपी गवर्नमेंट होम स्टे के लिए महिलाओं को फाइनेंशियल हेल्प भी देगी। നമ്മുടെ മഹത്തായ പൈതൃകം ലോകം മുഴുവൻ അറിയപ്പെടണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. ലോക ടൂറിസവുമായി നമ്മുടെ പൈതൃകത്തെ ബന്ധിപ്പിച്ച് ആഗോള ശ്രദ്ധയിലേക്ക് നമ്മുടെ പാരമ്പര്യത്തെ എത്തിക്കുമെന്ന് ബിജെപി ഉറപ്പു നൽകുകയാണ്. ഇതിലേക്ക് നമ്മുടെ കേരളത്തിനും വലിയ സംഭാവനകൾ നൽകാൻ കഴിയുന്നു. നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ സമഗ്ര വികസനമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം. ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ പാരിസ്ഥിതിക സൗഹൃദ ടൂറിസം കേന്ദ്രങ്ങൾ വികസിപ്പിക്കും. ഇതിൽ ഹോം സ്റ്റേകൾക്ക് വലിയ പ്രാധാന്യമുണ്ടാവും. ഇത് നമ്മുടെ വനവാസി കുടുംബങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുന്നതാണ് എന്ന് നിങ്ങൾക്കറിയാം. അടുത്ത ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഹോം സ്റ്റേകൾ തുടങ്ങാൻ നമ്മുടെ വനിതകൾക്ക് സാമ്പത്തികമായ സഹായം നൽകുന്നതാണ്. साथियों, बीजेपी ने अपने मैनिफेस्टो में संकल्प लिया है, हम कोस्टलाइन प्रोटेक्शन के लिए काम करेंगे। ये
केरला के मेरे फिशरमैन साथियों को बहुत फायदा पहुंचाएगा। इनकी आजीविका को जो एलडीएफ, यूडीएफ ने पिछले वर्षों में बर्बाद किया है, उसे हम बचाने का भरपूर प्रयास करेंगे। हम फिशरीज के प्रोडक्शन और प्रोसेसिंग के लिए नए क्लस्टर्स बनाएंगे। हम केरला के फिशरमैन परिवारों की क्वालिटी ऑफ लाइफ सुधारेंगे, उनकी डिग्निटी बढ़ाने के लिए काम करेंगे। രാജ്യത്തിന്റെ തീരപ്രദേശങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതാണ് ബിജെപിയുടെ പ്രകടന പത്രിക. ഇത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളുടെ ജീവിതം ഇടതു വലതു മുന്നണികളുടെ ഭരണം തകർത്ത് തരിപ്പണമാക്കി. അവരുടെ ജീവിതം ബിജെപി വീണ്ടെടുക്കും, അവരെ രക്ഷിക്കുമെന്ന് ഉറപ്പു നൽകുകയാണ്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ഭാരതീയ ജനതാ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ്. ഒപ്പം അവരുടെ അന്തസ്സും ആത്മാഭിമാനവും സംരക്ഷിക്കാനുള്ള നടപടികളും ബിജെപി സ്വീകരിക്കും. साथियों, तेजी से आगे बढ़ता हुआ भारत मॉडर्न इंफ्रास्ट्रक्चर पर लाखों करोड़ रुपए इन्वेस्ट कर रहा है। अगले कुछ वर्षों में आप भारतीय रेल का कायाकल्प होते देखेंगे। वंदे भारत ट्रेनों के 3 स्वरूप, वंदे भारत स्लीपर, वंदे भारत चेयर कार और वंदे भारत मेट्रो, तीनों ही भविष्य में भारत की बढ़ाएंगे। अब बीजेपी ने अपने मैनिफेस्टो में एक और बड़ी घोषणा की है। आप जानते हैं, भारत के पश्चिम में अहमदाबाद मुंबई के बीच बुलेट ट्रेन का काम चल रहा है। वो आने वाले कुछ समय में पूरा भी होगा। बुलेट ट्रेन दौड़ना भी शुरू करेगी। लेकिन उसमें से जो हमने सीखा है, समझे हैं, उसके आधार पर उत्तर में, भारत के उत्तर में, भारत के पूरब में और भारत के साउथ में भी बुलेट ट्रेन चलाई जाएगी। एनडीए सरकार के तीसरे कार्यकाल में बहुत जल्द बुलेट ट्रेन से जुड़ा सर्वे कराने का काम शुरू किया जाएगा। പ്രിയപ്പെട്ടവരെ, അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഭാരതം വൻ കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മേഖലയുടെ വികസനത്തിനായി ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ നിക്ഷേപിച്ചിട്ടുള്ളത്. വരാനിരിക്കുന്ന വർഷങ്ങൾ നമ്മളുടെ റെയിൽവേയുടെ പുനരുജ്ജീവനത്തിനാകും നാം സാക്ഷ്യം വഹിക്കാൻ പോവുക. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന വന്ദേ ഭാരത് ട്രെയിനുകൾ അത് 3 രീതിയിലും, അതായത് സ്ലീപ്പർ ക്ലാസുകൾ, രാത്രിയിൽ കിടന്നു പോകാനുള്ള സൗകര്യത്തോടു കൂടിയുള്ള വന്ദേ ഭാരത്, പകൽ ഇരുന്നു പോകാനുള്ള ചെയർ കാർ സൗകര്യം മാത്രമുള്ള വന്ദേ ഭാരത്, അതോടൊപ്പം തന്നെ മെട്രോകളിൽ ഓടുന്ന വന്ദേ ഭാരത്, ഇങ്ങനെ 3 രീതിയിലും വന്ദേ ഭാരത് ഇനി മുതൽ സർവീസ് നടത്തുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഇത് ഭാരതത്തിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന തീരുമാനമാകും. ഇതിലും വലിയൊരു തീരുമാനം നമ്മുടെ പ്രകടന പത്രികയിൽ നാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ബുള്ളറ്റ് ട്രെയിനിനെ സംബന്ധിച്ചാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ തന്നെ ഭാരതത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അഹമ്മദാബാദിനെയും മുംബൈയെയും ബന്ധിപ്പിച്ചുകൊണ്ട് ബുള്ളറ്റ് ട്രെയിനിന്റെ പണി നടക്കുകയാണ്. അത് ഉടൻ തന്നെ കമ്മീഷൻ ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമ്മുടെ ദക്ഷിണേന്ത്യയെയും ഉത്തരേന്ത്യയെയും കിഴക്കൻ ഇന്ത്യയെയും പടിഞ്ഞാറൻ ഇന്ത്യയും എല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് ബുള്ളറ്റ് ട്രെയിനുകൾ തുടങ്ങുമെന്ന് ഞാൻ ഇതാ പ്രഖ്യാപിക്കുകയാണ്. അതിനുള്ള സർവേ നടപടികൾ ഉടൻ തന്നെ അടുത്ത സർക്കാർ ആരംഭിക്കുന്നതാണ്. साथियों, केरला का विकास वही पार्टी कर सकती है जिसकी अपनी विश्वसनीयता हो, जिसकी अपनी क्रेडिबिलिटी हो। आप मुझे बताइए, क्या आप
कांग्रेस और एलडीएफ पर विश्वास कर सकते हैं क्या? न इनके काम की कोई क्रेडिबिलिटी है, न इनके पॉलिटिकल कैरेक्टर की कोई क्रेडिबिलिटी है। ये लोग केरला में आपस में सबसे बड़े दुश्मन की तरह लड़ते हैं, लेकिन दिल्ली में यही कांग्रेस और लेप दोस्ती बढ़ाने के लिए मीटिंग करते रहते हैं। यहां केरला में ये दोनों एक दूसरे के खिलाफ लड़ रहे हैं, लेकिन यहां से कुछ ही दूर तिरुनेलवेली में कांग्रेस और लेप एक ही अलायंस का हिस्सा है। പ്രിയപ്പെട്ടവരെ, വിശ്വസ്തതയും പറയുന്ന കാര്യങ്ങൾ ചെയ്തു കാണിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ കേരളത്തിന്റെ വികസനം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കൂ. ഇക്കാര്യത്തിൽ നമ്മെ ഇത്രനാളും ഭരിച്ച ഇടതു വലതു മുന്നണികളെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ തന്നെ പറയണം, നിങ്ങൾ തന്നെ ചിന്തിക്കണം. ഇവരുടെ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തിന്റെയും വാക്കിലും പ്രവൃത്തിയിലും മാത്രമല്ല, അവരുടെ നേതാക്കളുടെ സ്വഭാവത്തിലും നയങ്ങളിലും പോലും വിശ്വാസ്യതയില്ല എന്ന് നമുക്കറിയുന്നതാണ്. ഇവർ നമ്മുടെ മുൻപിൽ ശത്രുതയോടെ പരസ്പരം പോരടിക്കുന്നതായി അഭിനയിക്കുകയാണ്. എന്നാൽ ഇവർ ദില്ലിയിലെത്തിയാൽ സൗഹൃദം ഊട്ടിയുറപ്പിക്കാനുള്ള യോഗങ്ങൾ നടത്തുകയാണ്. ഇവിടെ തിരുവനന്തപുരത്ത് ഇവർ പരസ്പരം മത്സരിക്കുകയാണ്. പക്ഷേ ഏതാനും കിലോമീറ്റർ കൂടി സഞ്ചരിച്ച് തിരുനെൽവേലിയിലെത്തിയാൽ ഇവർ ഒരു മുന്നണിയുടെ ഭാഗമാണ്, ഇവർ ഒറ്റക്കെട്ടാണ്. साथियों, कांग्रेस और लेप की विश्वसनीयता इतने ही दशकों तक सरकार चलाने के बाद भी इनके पास गिनाने के लिए अपने काम नहीं है। ये जनता के बीच में जाते हैं और झूठ बोलकर केंद्र सरकार की योजनाओं का क्रेडिट खाने का प्रयास करते हैं। यहां तो बारी बारी से यूडीएफ एलडीएफ की सरकार रही है। मैं इनका रिपोर्ट कार्ड आपको बताता हूं। आज केरला में वर्कला और नेडुमंगाल जैसी जगहों में ड्रग्स का खुला कारोबार फैल रहा है। ड्रग्स माफियाओं को संरक्षण मिल रहा है। केरला के युवाओं का भविष्य खत्म किया जा रहा है। इसका क्रेडिट किसका है? ये पाप के लिए जिम्मेवार कौन है? പ്രിയപ്പെട്ടവരെ, ദശാബ്ദങ്ങളോളം കേരളത്തെ മാറി മാറി ഭരിച്ചിട്ടും ഇടതു വലതു മുന്നണികൾക്ക് എടുത്തു പറയാൻ തക്ക നേട്ടങ്ങൾ ഒന്നുമില്ല എന്നതാണ് ഇവരുടെ വിശ്വസനീയത. പകരം അവരിപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ ജനങ്ങളോട് കള്ളം പറയുകയാണ്. ഇവിടെ മാറി മാറി ഭരിച്ച രണ്ട് മുന്നണികളുടെയും പ്രോഗ്രസ് റിപ്പോർട്ട് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ വർക്കലയും നെടുമങ്ങാടും പോലുള്ള പ്രദേശങ്ങൾ പോലും മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിലായിരിക്കുന്നു. മയക്കുമരുന്ന് മാഫിയകൾക്ക് സർക്കാരിന്റെ സംരക്ഷണം കിട്ടുകയാണ്. കേരളത്തിലെ യുവാക്കളുടെ ഭാവി അപകടത്തിലാണ്, അവരുടെ ഭാവി അസ്തമിക്കുകയാണ്. ആർക്കാണ് ഇതിന്റെ ക്രെഡിറ്റ്? आज केरला के कई हिस्सों में पानी का संकट पैदा हो चुका है। लोगों को पीने का पानी नहीं मिल रहा है। इस पाप के लिए कौन जिम्मेवार? इसका क्रेडिट किसको जाता है? आज केरला की कॉयर इंडस्ट्री बंद होने की कगार पर है। कॉयर इंडस्ट्री के वर्कर्स के आगे जीवन यापन का संकट है। इस पाप के लिए कौन जिम्मेवार? इसका क्रेडिट कौन लेगा? കേരളത്തിന്റെ പല ഭാഗത്തും ഇന്ന് കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. കേരളത്തിലെ പലയിടത്തെയും ജനങ്ങൾ കുടിവെള്ളം കിട്ടാതെ വലയുകയാണ്. ആർക്കാണ് ഇതിന്റെ ക്രെഡിറ്റ്? ഇന്ന് കേരളത്തിന്റെ കയർ വ്യവസായം അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. കയർ തൊഴിലാളികളുടെ ജീവിതം വഴിമുട്ടി നരകിക്കുകയാണ്. ഈ പാപത്തിന്റെ ക്രെഡിറ്റ് ആർക്കാണ്? साथियों,
आज देश में कांग्रेस और लेफ्ट में कोई अंतर नहीं बचा है। लेफ्ट और कांग्रेस दोनों का सिर्फ नाम ही बचा है। दोनों को देश ने रिजेक्ट कर दिया है। कांग्रेस लेफ्ट दोनों विकास विरोधी है। कांग्रेस लेफ्ट दोनों ही भ्रष्टाचार में एक दूसरे का मुकाबला करते हैं। कांग्रेस लेफ्ट का ट्रैक रिकॉर्ड विकास के लिए जरूरी इंडस्ट्री को तबाह करने का है। दोनों की जहां सरकार रह जाती है उस राज्य को बर्बाद कर देते हैं। केरला की जनता आज इसी पीड़ा से गुजर रही है। आज केरला की चर्चा राजनैतिक हिंसा और महिलाओं के खिलाफ बढ़ते अपराधों के लिए होने लगी है। പ്രിയപ്പെട്ടവരെ, ഇന്ന് രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന സ്ഥിതിയാണ്. ഇന്ന് രണ്ടുപേർക്കും അവരവരുടെ പേരുകൾ മാത്രമാണ് സ്വന്തമായിട്ടുള്ളത്. രണ്ടുപേരെയും രാജ്യം തിരസ്കരിച്ചതാണ്. കോൺഗ്രസുകളും കമ്മ്യൂണിസ്റ്റുകളും വികസന വിരോധികളാണ്. രണ്ടുപേരും അരാജകത്വവാദികളാണ്. ഇന്ന് ഈ രണ്ട് മുന്നണികളും അഴിമതിയുടെ കാര്യത്തിൽ പരസ്പരം മത്സരിക്കുകയാണ്. വികസനത്തിന് അത്യന്താപേക്ഷിതമായ വ്യവസായങ്ങളെ തകർത്തെറിഞ്ഞ ചരിത്രമാണ് രണ്ടു കൂട്ടർക്കുമുള്ളത്. ഇവർ രണ്ടുപേരും എവിടെയൊക്കെ ഭരണത്തിൽ ഇരുന്നിട്ടുണ്ടോ ആ സംസ്ഥാനങ്ങളെയെല്ലാം തകർത്തെറിഞ്ഞവരാണ്. ഇന്ന് നമ്മുടെ കൊച്ചു കേരളവും സമാനമായ അവസ്ഥയിലൂടെ അതേ വേദനയിലൂടെ കടന്നു പോവുകയാണ്. ഇന്ന് കേരളത്തെ പറ്റിയുള്ള ചർച്ചകൾ കേന്ദ്രീകരിക്കുന്നത് രാഷ്ട്രീയ കൊലപാതകത്തെ പറ്റിയും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമത്തെ പറ്റിയുമാണ്. साथियों, पहले कांग्रेस और अब एलडीएफ की सरकारों ने केरला को अपनी लूट और भ्रष्टाचार के अड्डे के तौर पर इस्तेमाल किया। एक ऐसी सरकार है जिस पर खुद गोल्ड स्मगलिंग में संलिप्त होने स्मगलर्स को संरक्षण देने के आरोप लगते हैं। गोल्ड स्मगलिंग स्कैम में अपराधियों को बचाने के लिए पूरी सरकार लगी हुई है। പ്രിയപ്പെട്ടവരെ, ആദ്യം കോൺഗ്രസ്, ഇപ്പോൾ ഇടതുമുന്നണി, രണ്ട് സർക്കാരുകളും മാറി മാറി കേരളത്തെ കൊള്ളയടിക്കാനും അഴിമതി നടത്താനുള്ള താവളമായി അവരുടെ കേന്ദ്രമായി മാറ്റിയിരിക്കുകയാണ്. ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാർ ദിവസവും സ്വർണ്ണക്കടത്ത് നടത്തുന്നവരെ സംരക്ഷിക്കുന്നു എന്ന ആരോപണം നേരിടുന്ന സർക്കാരാണ്. സ്വർണ്ണക്കടത്തുകാരെ, അതിൽ കുറ്റം ചെയ്തവരെ സംരക്ഷിക്കാൻ മുഴുവൻ സർക്കാർ സംവിധാനങ്ങളും ഇവിടെ ദുരുപയോഗപ്പെടുത്തുകയാണ്. साथियों, केरला में गरीबों, मजदूरों, महिलाओं, गल्फ से लौटे लोगों के पैसे की खुलेआम लूट हो रही है। केरला में 300 से ज्यादा, मैं बहुत गंभीरता से बात बता रहा हूं, 300 से ज्यादा कोऑपरेटिव बैंक है और इनके पास केरला के गरीबों के, केरल के मध्यम वर्ग के लोगों के करीब करीब 1 लाख करोड़ रुपए जमा है। इन 300 बैंक में 1 लाख करोड़ रुपया आप लोगों का जमा है। सीपीएम के करप्शन की वजह से ये पैसा खतरे में पड़ा हुआ है। कितने ही कोऑपरेटिव बैंकों में सीपीएम के सदस्यों द्वारा गरीबों का पैसा लूट लिया गया है। പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തിലെ സാധാരണക്കാരുടെ, ദരിദ്രരായിട്ടുള്ളവരുടെ, സ്ത്രീകളുടെ ഒക്കെ പണം മോഷ്ടിക്കപ്പെടുകയാണ്.
കേരളത്തിൽ ഏകദേശം 300ഓളം സഹകരണ ബാങ്കുകളിൽ കൂടി 1 ലക്ഷം കോടി രൂപയുടെ കൊള്ളയാണ് ഈ ബാങ്കുകൾ ഭരിക്കുന്ന CPM നടത്തിയിട്ടുള്ളത്. വനിതകളുടെ, കർഷകരുടെ, ദരിദ്രരുടെ ഒക്കെ നമ്മെ പോലെയുള്ള സാധാരണക്കാരുടെ 1 ലക്ഷം കോടി രൂപയാണ് CPM ഭരിക്കുന്ന ബാങ്കുകൾ കൊള്ളയടിക്കുന്നത്. CPM എത്രയൊക്കെ ബാങ്കുകൾ ഭരിക്കുന്നുണ്ടോ അവിടെയെല്ലാം കൊള്ള നടക്കുന്നു എന്നതാണ് അവസ്ഥ. इस करप्शन में CPM के नेताओं को जो रिश्वत मिली है वो भी सैकड़ों करोड़ रुपए में है. जैसे अकेले त्रिशूर में ही 80 से ज्यादा अघोषित खातों में 25 करोड़ रुपए की रिश्वत जमा है. जिला सचिव के नाम पर 100 से ज्यादा प्रॉपर्टी खरीदी गई है. जब एक स्थान का ये हाल है तो हम बाकी केरला का अंदाज लगा सकते हैं. कोचिन मिनरल्स एंड रूटाइल लिमिटेड से जुड़े एक और घोटाले में आरोपियों ने सीधे मुख्यमंत्री और उनकी बेटी तक को रिश्वत दिए जाने की बात स्वीकार की है. इस केस की जांच ना हो इसके लिए केरला सरकार पूरी ताकत लगा रही है. പ്രിയപ്പെട്ടവരെ, CPM-ന്റെ ഭരണത്തിലിരിക്കുന്ന ബാങ്കുകൾ 100 കണക്കിന് കോടി രൂപയാണ് അഴിമതിയിലൂടെ നടത്തുന്നത്. തൃശൂരിൽ മാത്രം 80ലധികം ബാങ്കുകളിലാണ് അഴിമതി നടത്തിയിട്ടുള്ളത്. തൃശൂരിലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ മാത്രം 100 കോടിയിലധികം രൂപയുടെ സ്വത്ത് അഴിമതിയിൽ കൂടി സമ്പാദിക്കപ്പെട്ടു എന്നാണ് ആരോപണം ഉയർന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് പുതിയതായി ഉയർന്നു വന്ന മറ്റൊരു അഴിമതി ആരോപണം, KMRL-ന്റെ അതുമായി ബന്ധപ്പെട്ട അഴിമതി. ഇതിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളുമാണ് ആരോപണ വിധേയരെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കേസ് നരേന്ദ്രമോദി സർക്കാർ ഇടപെട്ടിട്ടില്ലായിരുന്നു എങ്കിൽ പുറം ലോകം അറിയാതെ പോകുമായിരുന്നു. केरला में इन स्कैम्स की वजह से हजारों परिवारों का जीवन दांव पर लग गया है. यहां CPM के मुख्यमंत्री लगातार झूठ बोल रहे हैं कि कोऑपरेटिव स्कैम के पीड़ितों को उनका पैसा वापस मिलेगा, दोषियों पर कार्रवाई होगी. ये आपका सेवक मोदी है जो सख्ती से इस केस की जांच करवा रहा है. अब तक स्कैम करने वालों की करीब 90 करोड़ रुपीस की संपत्ति अटैच हो गई है. मैं इस बारे में कानूनी सलाह ले रहा हूं कि कैसे जिन गरीबों ने बैंकों में पैसा रखा था और जिन लोगों का बैंकों में पैसा डूबा है, इनकी संपत्ति जब्त करके मैं वो पैसे इन गरीबों को वापस कैसे दूं, इस पर मैं काम कर रहा हूं. बीजेपी सरकार पहले भी देश में 17,000 करोड़ रुपीस ऐसे जो स्कैम पीड़ित लोग थे उनको वापस दे चुका हूं मैं. इसलिए मैं कोऑपरेटिव स्कैम के पीड़ितों को भरोसा देता हूं कि उनका पैसा वापस दिलाने में मैं पूरी ताकत लगा दूंगा और पाई पाई उनसे निकलवा के रहूंगा और आपको पैसा वापस मिले इसके लिए पूरी ताकत खपा दूंगा. പ്രിയപ്പെട്ടവരെ, ആയിരക്കണക്കിന് കുടുംബങ്ങളാണ്, അവരുടെ ജീവിതങ്ങളാണ് CPM-ന്റെ ഈ തട്ടിപ്പ് മൂലം ഇന്ന് വഴിയാധാരം ആയിരിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി സഹകരണ മേഖലയെ പറ്റി കള്ളം പറയുകയാണ്. സഹകരണ മേഖലയിലുള്ളവരുടെ പണമൊക്കെ തിരികെ കൊടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്നാൽ നരേന്ദ്രമോദി പറയുകയാണ് ഈ കുറ്റക്കാരെ, സഹകരണ മേഖലയിൽ കൊള്ള നടത്തിയ ഒരാളെ പോലെയും വെറുതെ വിടില്ല, അവരുടെ എല്ലാവരുടെയും പണം തിരികെ നൽകുമെന്നാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി.
അഴിമതി നടത്തിയവരുടെ പണം തിരികെ കിട്ടുമെന്ന് ഞാൻ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അഴിമതി നടത്തിയവരെ തുറുങ്കിലടയ്ക്കുമെന്നും പണം നഷ്ടമായവർക്ക് അത് തിരികെ കിട്ടുമെന്ന് ഞാൻ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉറപ്പ് നൽകുകയാണ്. നേരത്തെ തന്നെ ഇത്തരത്തിൽ അഴിമതി നടത്തിയിട്ടുള്ള 70,000-ഓളം കോടി രൂപയാണ് സാധാരണക്കാർക്ക് തിരികെ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്, ഈ പണം, സാധാരണക്കാരുടെ പണം, നഷ്ടപ്പെട്ടത് ആരായാലും അവരുടെ പണം നിങ്ങൾക്ക് തിരികെ കിട്ടും. അതിനുവേണ്ടി അഴിമതി നടത്തിയ എല്ലാവരെയും തുറുങ്കിലടയ്ക്കുമെന്നും ഞാൻ ഉറപ്പ് നൽകുകയാണ്. साथियों, खुली लूट के कारण केरला आर्थिक तबाही के कगार पर पहुंच चुका है। सरकारी खजाने खाली हो चुके हैं। राज्य सरकार के पास अपने कर्मचारियों को, पेंशनर्स को सैलरी देने के लिए पैसे नहीं है। केंद्र सरकार केरला के विकास के लिए जो पैसा भेजती है, उससे राज्य सरकार अपना कर्ज चुकाने में खर्च करती है। और ये लोग केंद्र सरकार पर झूठे आरोप लगाते हुए सुप्रीम कोर्ट गए और सुप्रीम कोर्ट ने ऐसी फटकार लगाई है को उल्टे मुंह वापस दौड़ करके केरल पास वापस आ गए। सुप्रीम कोर्ट ने साफ साफ कहा कि केरला में फाइनेंशियल क्राइसिस के लिए यहां की राज्य सरकार जिम्मेदार है। कांग्रेस हो या लेफ्ट, ये लोग केरला में मजबूत रहे तो केरला को तबाह करके ही मानेंगे, कुछ भी नहीं बचने देंगे। പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള കൊള്ളയടിക്കൽ മൂലമാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഇന്ന് തകർച്ചയുടെ വക്കിൽ എത്തി നിൽക്കുന്നത്. നമ്മുടെ സർക്കാരിന്റെ ഖജനാവ് കാലിയായിരിക്കുന്നു. ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും പോലും നൽകാൻ കേരള സർക്കാരിന്റെ കയ്യിൽ പണമില്ല. കേരളത്തിന്റെ വികസനത്തിനായി കേന്ദ്രം നൽകുന്ന പണം ഇന്ന് കേരള സർക്കാർ കടം വീട്ടാൻ വേണ്ടി മാത്രം ചെലവഴിക്കുകയാണ്. പക്ഷേ കേന്ദ്രത്തിനെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ച് ഇവർ സുപ്രീം കോടതിയിൽ പോയ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അവിടെ കേരളത്തിന്റെ മുഖത്തടിച്ച പോലെയുള്ള തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ നിന്നും കേരള സർക്കാരിന് കിട്ടിയത്. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേരളം ഭരിക്കുന്നവരുടെ കാര്യക്ഷമതയില്ലായ്മയും അവരുടെ മാത്രവും കുഴപ്പമാണെന്നാണ് സുപ്രീം കോടതി വ്യക്തമായി പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ ശക്തരായി തുടർന്നാൽ, അവർ ശക്തരായി നിലനിന്നാൽ കേരളം തകരുമെന്ന കാര്യം, കേരളത്തിന്റെ ഭാവി സുരക്ഷിതമല്ല എന്ന കാര്യം ഉറപ്പാണ്. साथियों, पिछले 10 इयर्स में मैंने देश में ईमानदार सरकार चलाकर दिखाई है। हमारी सरकार ने करप्शन पर भी कड़ी कार्रवाई की है। इसलिए ये करप्ट लोग मोदी को रोकने के लिए अलायंस बना रहे हैं, लेकिन मोदी इनसे डरने वाला नहीं है। 26 अप्रैल को कमल के बटन पर आपका एक एक वोट करप्शन के खिलाफ चल रहे इस आंदोलन को मजबूत करेगा, देश को करप्शन से मुक्ति दिलाएगा। പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 10 വർഷക്കാലം ഞാൻ ഈ രാജ്യത്തെ സത്യസന്ധമായി നയിച്ചു. അഴിമതി അവസാനിപ്പിക്കാൻ നിരവധി നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ഈ അഴിമതി പാർട്ടികൾ നരേന്ദ്രമോദിയെ ചെറുക്കാൻ സഖ്യമുണ്ടാക്കി മത്സരിക്കുന്നത്. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ അഴിമതിക്കാരെ ഭയക്കുന്ന ആളല്ല നരേന്ദ്രമോദി. ഞാൻ അഴിമതിക്കാരോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. ഈ മാസം 26-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ
നിങ്ങൾ താമര അടയാളത്തിൽ ചെയ്യുന്ന ഓരോ വോട്ടും ഇന്ന് ഈ രാജ്യത്ത് അഴിമതിക്കെതിരായി നടക്കുന്ന മുന്നേറ്റത്തിന് കരുത്തു പകരുന്നതാണ്, രാജ്യത്തെ അഴിമതി വിമുക്തമാക്കാൻ സഹായിക്കുന്നതാണ്. साथियों, बीजेपी ने कोल्लम से श्री कृष्ण कुमार जी को अपना उम्मीदवार बनाया है। उनके लोकसभा सेवा के कार्यों और लोकप्रियता से आप भलीभांति परिचित हैं। बीजेपी ने तिरुअनंतपुरम से मेरे मित्र भाई राजीव चंद्रशेखर और एटिंगल लोकसभा से हमारे पुराने साथी वी मुरलीधरन को प्रत्याशी बनाया है। इन दोनों लोगों ने अपनी शिक्षा और योग्यता से साथ देश में अलग पहचान बनाई हुई है। केरला का सम्मान बढ़ाया इन लोगों ने। मुरलीधरन जी ने विदेश राज्य मंत्री के तौर पर देश विदेश में अपनी प्रतिभा को साबित किया है। वैश्विक संकट के कई मौकों पर इन्होंने केरला और देश के लोगों को वापस भारत लाने के लिए बहुत काम किया है। राजीव जी आईटी सेक्टर, सेमीकंडक्टर और ऐसे महत्वाकांक्षी क्षेत्रों को आगे बढ़ाने के काम में लगे हैं। इन तीनों को दिया गया आपका हर वोट केरला के विकास की नींव रखेगा। आप पर एक और जिम्मेदारी मेरी तरफ से है। आप केरला के घर घर जाकर के मोदी जी के प्रणाम जरूर पहुंचाइए। പ്രിയപ്പെട്ടവരെ, ഭാരതീയ ജനതാ പാർട്ടി കൊല്ലത്ത് ശ്രീ ജി കൃഷ്ണകുമാറിനെയാണ് സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ജനപ്രിയതയും സേവന മനോഭാവവും ഒക്കെ നിങ്ങൾക്ക് അറിവുള്ളതാണ്. തിരുവനന്തപുരത്ത് എന്റെ സഹപ്രവർത്തകൻ രാജീവ് ചന്ദ്രശേഖറും ആറ്റിങ്ങലിൽ എന്റെ പഴയകാലം മുതലുള്ള സുഹൃത്തായ ശ്രീ വി മുരളീധരനുമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ. ഇവർ രണ്ടുപേരും അവരവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും കഴിവും കൊണ്ട് കേരളത്തിന്റെ അഭിമാനം വർദ്ധിപ്പിച്ചവരാണ്. മുരളീധരൻ ജി വിദേശ വിദ്യാഭ്യാസ യോഗ്യതയും കഴിവും കൊണ്ട് കേരളത്തിന്റെ അഭിമാനം വർദ്ധിപ്പിച്ചവരാണ്. മുരളീധരൻ ജി വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിൽ രാജ്യത്തിന് അകത്തും പുറത്തും കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. വിദേശ രാഷ്ട്രങ്ങളിലുണ്ടായ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും കേരളത്തിലെയും മറ്റിടങ്ങളിലെയും ജനങ്ങളെ ഭാരതത്തിൽ തിരികെ എത്തിക്കാൻ കഠിനാധ്വാനം ചെയ്ത വ്യക്തി കൂടിയാണ് ശ്രീ രാജീവ് ജി. അദ്ദേഹം IT, സെമി കണ്ടക്ടർ തുടങ്ങിയ പല മേഖലകളിലും പല മേഖലകളുടെയും വികസനത്തിന് വേണ്ടി നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു പ്രതിഭയാണ്. ഇവർ മൂന്നു പേർക്കും നിങ്ങൾ നൽകുന്ന ഓരോ വോട്ടും കേരളത്തിന്റെ വികസനത്തിന് മുതൽക്കൂട്ടാകുമെന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. എനിക്ക് നിങ്ങളോട് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. ഞാൻ നിങ്ങളെ ഒരു ഉത്തരവാദിത്തം കൂടി ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ കേരളത്തിലെ ഓരോ വീടുകളിലും മോദിയുടെ സന്ദേശം, മോദിയുടെ ആശംസ എത്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. मेरे साथ बोलिए, भारत माता की ജയ്. पूरी ताकत से बोलिए। आप नहीं बोलोगे तो चलेगा। भारत माता की, भारत माता की, भारत माता की। बहुत बहुत धन्यवाद। ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.